നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടകശനി, ഏഴരശനി ഇവയെല്ലാം ഏവർക്കും സുപരിചിതമായിട്ടുള്ള കാലഘട്ടമാണല്ലോ. കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പണ്ട് തുടങ്ങി ഏവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കണ്ടകശനിയേക്കാൾ കടുപ്പം ഏഴരശനിക്ക് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കണ്ടകശനിയും ഏഴരശനിയും ഒരുപോലെ തന്നെയാണെന്ന് പറയാം. കണ്ടകശനിയായാലും ഏഴരശനിയായാലും ബാധിച്ച ഒരാൾക്ക് ചെയ്യുന്നതെല്ലാം വിപരീതമായി അനുഭവപ്പെടുന്ന ഒരു അവസ്ഥാ കാലഘട്ടമാണ്. ശനി ബാധിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ അപ്പോഴത്തെ ഗ്രഹനില പ്രകാരം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലെങ്കിൽ ഏത് ശനിയാണെങ്കിലും ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ ശനിദോഷം ബാധിച്ച ഒരു വ്യക്തി ഏതു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് അശുഭകരമായി മാത്രമാണ് അവസാനിക്കുക. ഇക്കൂട്ടർ മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും അത് ദോഷകരമായി ഇവരിലേക്കു തന്നെ ആയിരിക്കും വന്നു കലാശിക്കുക. ജ്യോതിഷപ്രകാരം കണ്ടകശനി എന്നു പറയുന്നത് ഒരു വ്യക്തി ജനിച്ച നക്ഷത്രം ഏതു കൂറിലാണോ അതാണ് അയാളുടെ ജന്മക്കൂറ്. ഗ്രഹചാരവശാൽ ശനി ഒരാളുടെ ജന്മക്കൂറിൻ്റെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതിനെ കണ്ടകശനി എന്നു പറയും. കണ്ടകശനിക്കാലം 2.5 വർഷമാണ്. ഏഴരശനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജനനക്കൂറിൻ്റെ 12-ാം ഭാവത്തിലും ലഗ്നഭാവത്തിലും 2-ാം ഭാവത്തിലും ഈ ശനി സഞ്ചരിക്കുന്ന സമയമാണ് ഏഴരശനി എന്ന് പറയുന്നത്. അതായത് 7.5 വർഷക്കാലം. ഈ ഏഴരശനി കാലഘട്ടത്തിൽ ഒരു വ്യക്തി അനുഭവിക്കാൻ ഇനി ബാക്കി ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നൊരു കാലഘട്ടമാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക, അലസത, അലഞ്ഞുതിരിയുക, ധനനഷ്ടം, ദാരിദ്ര്യാവസ്ഥ, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുക, ജോലി നഷ്ടമാകുക, ജോലി ലഭിക്കാൻ താമസം, അന്യദേശത്ത് ജോലി ലഭിക്കുക, വിരഹം, സ്ഥാനഭംഗം, മുൻകോപം, നീചപ്രവൃത്തികൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും തോന്നുക, ദുഷിച്ച ചിന്തകൾ വന്നു കയറുക, നിഗൂഢ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റം സ്വയം ഏൽക്കേണ്ടി വരിക, ബന്ധുക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം, പോലീസ് കേസിൽ അകപ്പെടുക, കോടതി കയറുക, ജയിൽവാസം, വീട് വിൽക്കേണ്ടി വരിക, രോഗം, മരണം എന്നിവ ഗ്രഹത്തിൽ ഉണ്ടാവുക, മറ്റുള്ളവരോട് യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ആപത്ത്, അപമൃത്യു എന്നിവ ഉണ്ടാകുന്നു. ഇതെല്ലാം ഏഴരശനി കാലഘട്ടത്തിൽ ഒരു വ്യക്തി അനുഭവിക്കേണ്ടതായി വരുന്ന ഫലങ്ങളാണ്. ഇവിടെ ദശാപഹാരങ്ങൾ നല്ലതാണെങ്കിൽ ദോഷം കുറഞ്ഞിരിക്കും. ഈ പറഞ്ഞ ദോഷദുരിതങ്ങളെല്ലാം മാറി നല്ല കാലം തെളിയാൻ പോകുന്ന നക്ഷത്രക്കാരെയാണ് ഇനി ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. ഇനി ഏഴരശനി അവസാനിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരുടെ ഏഴരശനി കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. ഇതോടുകൂടി ഇവർക്ക് നല്ല സമയം തെളിയും. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം വരുന്നത് തിരുവോണം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളും ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞ് നല്ല കാലം തെളിയാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ കഴിഞ്ഞ 7.5 വർഷക്കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്. ഈ പറഞ്ഞ 3 നക്ഷത്രക്കാർക്കാണ് ഏഴരശനി മാറി നല്ല കാലം വരാൻ പോകുന്നത്.